നൗഷാദ് 2018 മുഹമ്മദ് മുഷ്താഖിൻ്റെ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിൻ്റെ വിധി അതിൽ ജസ്റ്റ് ഒരു 3-4 സെൻറ്റൻസസ് ഞാൻ വായിക്കുന്നുള്ളൂ. ഐ ആം ഓഫ് ദ കൺസിഡേർഡ് വ്യൂ ദാറ്റ് ദ പെറ്റീഷനേഴ്സ് കനോട്ട് സീക്ക് ഇമ്പോസിഷൻ ഓഫ് ദെയർ ഇൻഡിവിജ്വൽ റൈറ്റ് ആസ് അഗെയിൻസ്റ്റ് ദ ലാർജർ റൈറ്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. It is for the institution to decide whether the petitioners can be permitted to attend the classes with the headscarf and full sleeve shirt. It is purely within the domain of the institution to decide on the same. The court cannot even direct the institution to consider such a request. അതായത് ഈ അപേക്ഷ പരിഗണിക്കണമെന്ന് ആ വിദ്യാലയത്തോട് നിർദ്ദേശിക്കാൻ പോലും കോടതിക്ക് സാധിക്കില്ല. ഇവിടെ ആ വിദ്യാഭ്യാസ സ്ഥാപനമാണ് അന്തിമ വാക്ക് എന്ന് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ശ്രീ നൗഷാദ് ഇങ്ങനെ ഹിജാബ് വിഷയവുമായിട്ട് മുന്നോട്ട് പോകുന്നത്? അതൊക്കെ അടഞ്ഞ അധ്യായമല്ലേ? രാജ്യത്തെ നിയമം SDPIക്കും PDPക്കും ഒന്നും ബാധകമല്ലേ? ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഇപ്പോൾ ഈ ചോദിച്ചതിനുള്ള മറുപടിയും ഇവരെ 2-3 പേർ ഉന്നയിച്ച എൻ്റെ അവതാരകർ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾക്കുള്ള മറുപടിയും പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സെൻകുമാർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, താങ്കൾ പറയുന്ന മുഴുവൻ കള്ളത്തരങ്ങളാണ്. ഇതിവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാകാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമുദായം അംഗീകരിച്ചു തരാൻ പറ്റില്ല. കാരണം 2047 വിഷൻ ഡോക്യുമെന്റ് അത് ഇറങ്ങിയതാണ്. വേണമെങ്കിൽ ശ്രീ നൗഷാദിന് അയച്ചു തരാം. ഓക്കെ, അത് താങ്കൾ ഇങ്ങനെ ബ്ലാറ്റന്റ് ഇത് കള്ളത്തരാണെന്ന് പറയുന്നത് സാർ. ശ്രീ നൗഷാദ്, അനിൽ നമ്പ്യാർ, ഞാനത് പറയട്ടെ. 2001 മുതൽ 2001 മുതൽ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. 2001 മുതൽ 2011 വരെയുള്ള മുസ്ലിം ജനസംഖ്യ നിരക്കിൽ 1.5% ജനസംഖ്യ കുറവാണ്. 2011 തൊട്ട് 2021 വരെയുള്ള സെൻസസിൽ 4.6% ജനസംഖ്യാ വർദ്ധനവ് കുറവാണ് മുസ്ലിം സമുദായത്തിനകത്ത്. സെൻകുമാർ പറഞ്ഞു, മഹദനിയുടെ പ്രശ്നം പറഞ്ഞു, മഹദനിയുടെ പ്രസംഗം പറഞ്ഞു. മിസ്റ്റർ സെൻകുമാർ, താങ്കൾ DGP ആയിരുന്ന കാലത്ത്, മിസ്റ്റർ സെൻകുമാർ, താങ്കൾ DGP ആയിരുന്ന കാലത്ത് അബ്ദുൽ നാസർ മദനി കേരളം മുഴുക്കെ നടന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ അബ്ദുൽ നാസർ മദനിയെ ഒരു ദിവസം എന്തിന് കോടതി പിരിയുന്നത് പോലും സമയം പോലും കിട്ടിച്ചിട്ടില്ല. താങ്കൾ അത് മനസ്സിലാക്ക്. അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു. പിന്നെ താങ്കൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയോ ഏതെങ്കിലും മതസംഘടനയോ എന്തെങ്കിലും പറഞ്ഞാൽ ആ സമുദായത്തെ മൊത്തം ആക്ഷേപിക്കുന്ന, ആ സമുദായത്തെ മുഴുക്കെ പ്രതികൂടി നിർത്തുന്ന ആ പ്രവണത അവസാനിപ്പിക്കണം. അവിടെയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ. ഒറ്റ കാര്യം കൂടെ, ജൈൻ മതം ഞാൻ പറയട്ടെ. ജൈൻ മതക്കാരെ കുറിച്ച് പറഞ്ഞു. ജൈൻ മതക്കാര് വസ്ത്രധാരണമില്ലാതാണ്, അതായത് വസ്ത്രം ഉടുക്കാതാണ് പോകുന്നത് പറഞ്ഞു. ഞാൻ പറയുന്നു, ജൈൻ എന്ന് പറയുന്ന ഹൈന്ദവ ആ മതത്തെ നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. കാരണം വിദ്യാഭ്യാസപരമായി ജൈൻ മതക്കാർ ആരെങ്കിലും സ്കൂളുകളിലോ മറ്റോ പോയിട്ടുണ്ടെങ്കിൽ അവർ വസ്ത്രം ധരിക്കും. ജൈൻ മതക്കാരുടെ വിശ്വാസ ആചാരമാണെങ്കിൽ വസ്ത്രം ധരിക്കത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ മൊത്തം ആചാരത്തിൽ ഇരിക്കുന്നവരെ വിദ്യാഭ്യാസപരമായി അത് തെറ്റ്. സ്വന്തം സമുദായത്തിലെ ഹൈന്ദവ സമുദായത്തിലെ സഹോദരങ്ങളെ ഇതുപോലെ വർഗീയമായി ചിത്രീകരിച്ച് നശിപ്പിക്കുന്ന നിങ്ങളുടെ പ്രവണതയാണ് തെറ്റ്. നിങ്ങൾ ഇത് പറയുമ്പം ഒരു കാര്യം പറയുക, മിസ്റ്റർ അനിൽ നമ്പ്യാർ പറയുക, ഇവിടെ ഞാൻ വന്നത് വർഗീയത പറയാനല്ല, ഞാൻ വന്നത് വർഗീയമായി ഞാൻ വർഗീയതയും പറയത്തില്ല. പക്ഷെ നിഷ്പക്ഷമായ നീതിപൂർവമായ രാജ്യത്ത് നടന്നു വരുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ പറയാനുള്ളൂ. ഞാൻ ഇവിടെ വന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഹിജാബുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ പുറപ്പെടുവിച്ച ആ ഉത്തരവ് എല്ലാവർക്കും തുല്യമായി നടപ്പാക്കുന്നതിനുള്ള ഇന്ത്യൻ ഭരണഘടന, ഇവിടെ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അഭിപ്രായവും മതസ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും വേണം.
ഇന്ത്യൻ ഭരണഘടന ഇവിടെ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അതിനിവിടെ എതിരാണ്. ഇന്ത്യൻ ഭരണഘടന പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം, അതിനിവിടെ എതിരാണ്. ഇന്ത്യൻ ഭരണഘടന പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശ്വാസം പ്രകടിപ്പിക്കാം, മതം സ്വീകരിക്കാം, അതിനിവിടെ എതിരാണ്. അപ്പൊ എല്ലാം എതിരായി കൊണ്ടുവന്ന് ഇന്ത്യയെ ശരിക്കും ഒരു ഹൈന്ദവ വർഗീയ രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാൻ നമ്മൾ സംവദിച്ചിട്ടും ജനാധിപത്യ ബോധമുള്ള നൗഷാദിന് നേരം പുലർന്നിട്ടില്ല. ഇന്ത്യയുടെ ജനാധിപത്യ അദ്ദേഹത്തിന് നേരം പുലർന്നിട്ടില്ല. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാക്കി